പുറത്തിറക്കാനൊരുങ്ങി RBI. ചെലവ് കുറച്ച് കൂടുതൽ ഉപയോഗം. വർഷങ്ങൾ പഴക്കമുള്ള പ്ലാസ്റ്റിക് കറൻസി പദ്ധതി പൊടിതെറ്റിയെടുത്ത് റിസർവ് ബാങ്ക്. നോട്ടുകൾക്ക് കൂടുതൽ ആയുസ് ലഭിക്കുമെന്നതിനാലാണ് പോളിമർ കറൻസിയിലേക്കുള്ള മാറ്റം ആലോചിക്കുന്നത്. കൂടുതൽ കറൻസി ആവശ്യമായി വന്നത് കാരണമാണിത്. അതോടൊപ്പം അച്ചടി ചെലവ് കുറയ്ക്കുകയെന്ന ലക്ഷ്യവുമുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റുകളുടെ വളർച്ചയ്ക്കിടയിലും വിനിമയത്തിലുള്ള കറൻസിയുടെ തോത് സർവകാല റെക്കോർഡിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പ്ലാസ്റ്റിക് നോട്ടുകൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ ATMകളിൽ നോട്ടുകൾ തിരിച്ചറിയുന്നതിനും വിതരണം ചെയ്യുന്നതിനും സജ്ജമാണെന്ന് RBI വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. കേടുവന്ന നോട്ടുകൾ നശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ പോളിമർ നോട്ടുകൾ സഹായിക്കും. 2024-25 സാമ്പത്തിക വർഷത്തിലെ 2380 കോടി കേടായ നോട്ടുകളാണ് നശിപ്പിച്ചത്. മുൻ വർഷത്തെ 2124 കോടിയേക്കാൾ 12.3% കൂടുതലാണിത്. കേടുവരുന്ന നോട്ടുകൾ 500 രൂപയുടെ നോട്ടുകളാണ് കൂടുതൽ. തൊട്ടു പിന്നാലെ 100 രൂപയുടെ നോട്ടുകളുമുണ്ട്. 10-20 രൂപയുടെ നോട്ടുകൾക്ക് ഡിമാൻഡ് കൂടുതലാണെങ്കിലും വിനിമയത്തിലുള്ള നോട്ടുകളുടെ മൂല്യത്തിൽ ഇവയ്ക്ക് പങ്ക് വളരെ കുറവാണ്. നാണയങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ RBI ശ്രമിച്ചെങ്കിലും പ്രതീക്ഷിച്ച വിജയം കണ്ടില്ല. 5-20 രൂപ നാണയങ്ങളുടെ വിതരണം കൂട്ടിയിട്ടും നോട്ടുകളോടുള്ള താല്പര്യം കുറഞ്ഞില്ല. 2012 അധികാരത്തിൽ വന്ന UPA സർക്കാർ 5 നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 10 രൂപയുടെയും 100 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ തീരുമാനിച്ചിരുന്നു. നോട്ടുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും സാങ്കേതിക വെല്ലുവിളി കാരണം പദ്ധതി ഉപേക്ഷിച്ചു. 10 വർഷത്തിന് ശേഷം സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതോടെ ATMകൾക്ക് ഇത്തരം നോട്ടുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നതാണ് വീണ്ടും പരിഗണനയിൽ വരാൻ കാരണമായത്.